പുറകിൽ മാർക്സിസ്റ്റ് പാർട്ടി TP ചന്ദ്രശേഖരന്റെ ഉന്മൂലനം മാത്രമായിരുന്നില്ല ലക്ഷ്യം കണ്ടത്. ആ TP ചന്ദ്രശേഖരന്റെ ഉന്മൂലനത്തോടു കൂടി പാർട്ടി മറ്റൊരു ലക്ഷ്യം കൂടി കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് TP ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് വന്ന ഇന്നോവ കാറിന്റെ പുറകിൽ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചത്? വളരെ സമർത്ഥമായി വഴിതിരിച്ചു വിടുകയും അതുവഴി ഒരു വർഗീയ സംഘർഷയുടെ സ്വപ്നം കാണുകയും ആട്ടിൻ തോലണിഞ്ഞ ഇത്തരം ചെന്നായ്ക്കൾ മുട്ടനാടിനെ കൊണ്ട് തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും വീഴുന്ന ചോരത്തുള്ളികൾ നക്കിയെടുത്ത് തടിച്ചു കൊഴുത്ത ചരിത്രമാണ് വടകരയിലുള്ളത്. വളരെ മുമ്പും ഇതേ പ്രവർത്തനം നടത്തിയിരുന്നു. ഈ തവണ നടന്ന വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി അതേ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. കാഫിർ പ്രയോഗം, അതിനുവേണ്ടി ഫേക്ക് ഐഡികൾ ഉണ്ടാക്കൽ, അതിനുവേണ്ടി വ്യാജ വീഡിയോകൾ ഉണ്ടാക്കൽ, വ്യാജ കട്ടിംഗ് ഉണ്ടാക്കൽ, പാർട്ടിയുടെ ചെമ്പടയും പാർട്ടിയുടെ ചില ഏജൻസികളും വെച്ചത് വ്യാപകമായി പ്രചരിക്കൽ. അതുകൊണ്ട് ഒരു രാജ്യത്തെ കലാപത്തിലേക്ക് നയിക്കിവിടാൻ തങ്ങളുടെ ഇംഗിതത്തിന് വിരുദ്ധമായി ആര് നിന്നാലും അവരെ ഉന്മൂലനം ചെയ്യാൻ, ഈ ഭൂമുഖം തുടച്ചു നീക്കാൻ, വംശത്തോടെ അവരെ ഇല്ലാതാക്കാൻ, അതില്ലാതാക്കുന്നതിന്റെ പുറകെ ഒരു കള്ളപ്രചരണം നടത്താൻ, വർഗീയ ലഹളകൾ പോലും ആസൂത്രണം ചെയ്യാൻ, അങ്ങനെ വീഴുന്ന ചോരത്തുള്ളികൾ നക്കിക്കുടിച്ച് വളരുമ്പോഴും അവർ ബാഹ്യമായി വന്ന് പറയും ഞങ്ങൾ പാർട്ടി ഇതൊക്കെ എതിരാണ്, ഞങ്ങളുടെ പാർട്ടി ഇതിനുമായി ഒരു ബന്ധവുമില്ല. ഇവിടെ പോകുന്ന ജയിലിൽ പോകുന്ന ഇത്തരത്തിൽ തങ്ങൾ തള്ളിപ്പറഞ്ഞ നേതാക്കന്മാർക്ക് പുറമെ തങ്ങളുമായി ബന്ധമില്ല, തങ്ങൾ അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും ആ കുടുംബത്തിന്റെ വരുമാനവും അതിനുള്ള സംരക്ഷണവും പാർട്ടി ഏറ്റെടുക്കും. ജയിലിൽ പോകുന്ന ക്രിമിനൽ സംഘങ്ങൾക്കുള്ള എല്ലാ ഒത്താശയും പാർട്ടി ചെയ്തു കൊടുക്കും. ജയിലിൽ കഴിയുന്ന അവരുടെ കുടുംബത്തെയും അവർക്കും ഒരു തടവുകാരന് ലഭിക്കാത്ത സുഖ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കും. നോക്കൂ, ഇപ്പൊ കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് ആരാണ്? കണ്ണൂർ ജയിൽ DGPക്കോ കണ്ണൂർ ജയിൽ ജീവനക്കാർക്കോ ജയിൽ മാനുവലിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുമോ? അവരുടെ പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കുമോ? ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ എന്താണ്? ജയിലിൽ നിന്നും അദ്ദേഹത്തിന്റെ ശിക്ഷയ്ക്ക് നടത്തിയ കൊടും ക്രിമിനലുകൾക്ക്, എന്തും ചെയ്യാൻ മടിക്കാത്ത കൊടും ക്രിമിനലുകൾക്ക്, ജന്മനാ ജീനുകളിൽ പോലും ഈ വൈകൃതം നേടിയിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ ജയിലിനകത്തുള്ള ഒരു തടവുകാരന് സ്വപ്നം കാണാൻ സാധിക്കുമോ? അവർക്ക് സമയത്തിന് ഫോൺ ലഭിക്കുന്നു, അവർക്ക് ഇഷ്ട ഭക്ഷണം ലഭിക്കുന്നു, അവർക്ക് കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഭാര്യയെയും കുടുംബാംഗങ്ങളുമായി സല്ലപിക്കാൻ അവസരം കിട്ടുന്നു, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുന്നു. പാർട്ടി പുറത്തു വന്ന് പറയും ഞങ്ങൾ ഇതിനൊന്നും കൂടെ ഇല്ല എന്ന്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തനി സ്വഭാവമാണിത്. ഇത്തരം ആളുകൾ ചാനലിൽ വന്ന് വ്യാജമാണെന്നും കളവാണെന്നും തള്ളിമറിക്കുമ്പോൾ അവർക്ക് പോലും അറിയാം ഇതൊക്കെ സത്യമാണ് എന്ന്. നോക്കൂ, മനു തോമസിന് എത്ര കാലം വേണ്ടി വന്നു. പാർട്ടിക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു പക്ഷേ കാർൽ മാർക്സ് പറഞ്ഞ ഒരു വാക്യം നമ്മൾ കടമെടുക്കണം, 35 വയസ്സിനിടയിൽ ഒരിക്കലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ആകണമെന്ന് തോന്നിയിട്ടില്ലാത്തവൻ അവൻ മനുഷ്യനല്ലെന്നും 35 വയസ്സ് കഴിഞ്ഞും അതിൽ തുടരുന്നവന് ഹൃദയമില്ലെന്നും പറഞ്ഞ ആ വാക്യത്തെ നമുക്ക് ഉദ്ധരിക്കണം. നോക്കൂ, ആ ചെറുപ്പക്കാരൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വായ്ത്താരി കേട്ട് പാർട്ടിക്ക് അകത്തേക്ക് വന്നു. പാർട്ടിയിലേക്കുള്ള ഇവര് പുറത്തു പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചു. പക്ഷെ അവിടെ ചെന്ന് അദ്ദേഹം കാണുന്നത് എന്താണ്? താൻ ഇതുവരെ ഏതൊരു പ്രത്യയശാസ്ത്രത്തെയും ഏത് നിലപാടിനെയുമാണോ എതിർക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയിലേക്ക് വന്നത്, ആ പാർട്ടി നേതൃത്വം ഒന്നടങ്കം ഈ ജഗുപ്സാവഹമായ വൈകൃതങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇതാണ്: ഇത്തരം കള്ളക്കടത്തുകാർ, സ്വർണം പൊട്ടിക്കലുകാർ, ഒരുപക്ഷെ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവനെങ്കിലും അല്പം മാന്യതയുണ്ട്. ആ കള്ളക്കടത്ത് നടത്തിയ സ്വർണത്തെ വഴിയിൽ വെച്ച് പൊട്ടിച്ച്, കാരണം അവർക്ക് പരാതിപ്പെടാൻ പറ്റില്ല, കാരണം അവർ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണ് കൊണ്ടുവരുന്നത്. അതിന്റെ ഓഹരി പറ്റി പുറമെ വലിയ ആദർശവാദിയായി നടക്കുന്ന ജയരാജനും കുടുംബവും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളോടാണ് അദ്ദേഹം എതിർക്കുന്നത്. മനുവിനോട് നമുക്ക് വിയോജിക്കാം, മനുവിന്റെ ആദർശങ്ങളോട് നമുക്ക് വിയോജിക്കാം, മനുവിനെ നമുക്ക് എതിർക്കാം, അദ്ദേഹം വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരാണെന്ന് പറയാം. പക്ഷെ അദ്ദേഹം പുറത്തുവിടുന്ന വാക്കുകൾ എന്താണ്? നോക്കൂ, പാർട്ടി ഏതിനു വേണ്ടി കൊല്ലകൊള്ളുമെന്ന് ഞാൻ വിശ്വസിച്ച് പടിപടിയായി ആ പാർട്ടിയുടെ നേതൃത്വത്തിലെത്തിയോ ആ പാർട്ടിയാണ് ഞാൻ കൺമുമ്പിൽ കാണുന്നത്. സ്വർണം പൊട്ടിക്കലിന് കൂട്ടുനിൽക്കുന്ന ജയരാജനും മക്കളും. പകരം നമ്മൾ ഇതുവരെ കേട്ടത് എന്താ? ജയരാജന്റെ ഭീകരമായ മുഖത്തെക്കുറിച്ച് പറയുമ്പോഴും ഇവിടെ റെജി ലൂക്കോസിനെ പോലെ ആള് വിശ്വസിച്ചതെന്താ? അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം സാമ്പത്തിക കാര്യത്തിൽ അദ്ദേഹം പെർഫെക്റ്റ് ആണ്. അദ്ദേഹം മാർക്സിസം എന്ന ആശയത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷെ നമ്മൾ കണ്ടത് എന്താണ്? മാർക്സിസത്തെ കാറ്റിൽ പറത്തി മാർക്സിസ്റ്റ് ആശയങ്ങളോട് അശേഷം പുലർത്താതെ തന്നും തന്റെ കുടുംബവും തന്റെ സമ്പാദ്യവും ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും പുറത്തും വിദേശത്ത് പോലും അത്തരത്തിലുള്ള അധോലോക സംഘങ്ങളുമായി ചേർന്ന് അവർ നേടിയ സമ്പത്ത് അത് തന്റെ കുടുംബ സമ്പാദ്യമാക്കി മാറ്റി മാർക്സിസം ഒരു ലേബൽ മാത്രമാവുകയും അതിനകത്ത് പാഷാണം നിറച്ച പഞ്ചസാര എന്ന് പുറത്തെഴുതി വെച്ച പാഷാണം കുപ്പിയെ പോലെ ആ പാർട്ടി അധപ്പതിക്കുമ്പോൾ ഒരുപക്ഷെ വരുന്ന ആളുകളിൽ മനു തോമസിനെ പോലെയുള്ള നിരവധി ആളുകൾക്ക് പുറത്തു വരേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിന് നല്ല സൂചനയായിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്.